വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിൻ 8 മണിക്ക് അവിടെ എത്തും. ഓക്കെ, സോ നമ്മളിപ്പോൾ ബാഗ് എല്ലാം പുറത്തെത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അവന് ക്രോക്സ് ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. 10 മണിയായി. സിദ്ധാന്ത എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ്. ഇവ എന്തായാലും ഉറങ്ങൂരായിരിക്കും. പക്ഷെ എന്നാലും ഇനി നമുക്ക് അടുത്ത രാവിലെ കാണാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. എന്തിനാണ് പൊട്ട് വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ എല്ലാവരുടെയും പൊട്ട് വാങ്ങിക്കാം. ഇപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തി വെച്ചേക്കാം. നേരത്തെ നമ്മൾ ഇപ്പോൾ കണ്ണൂരിലാണ്. പറയണ ഒരു പ്ലേസ് വന്നില്ല. എനിക്ക് അവനോട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടല്ലോ. തക്കാളി കറിയൊന്ന് എല്ലാം കഴിച്ചിട്ട് തക്കാളി കറി എല്ലാം കഴിക്കരുത്. ചപ്പാത്തി എല്ലാം കഴിക്കരുത്. ഞാൻ കറി ഉണ്ടല്ലെങ്കിൽ ഉള്ളിക്കറി മാത്രം. സാറിവിടെ ചപ്പാത്തി കഴിച്ച് ബ്രെഡും കഴിച്ച് ഇപ്പൊ ലഡു വെച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും തീറ്റ ചെറുതായിട്ടൊരു ഊട്ടി പോയപ്പോണ്ട്. നല്ല കുഴപ്പമില്ല. മാമ മാമ ഐക്കോണിക്. ഇതിനെ കാണിക്കേ. ചീസ് പറയോ? ചീസ് പറയോ? ചീസ് 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 അല്ല, ചീസ്. നേരെ നോക്കിയിട്. തിരിഞ്ഞ് നമ്മൾ എത്താറായി. എക്സൈറ്റഡ്? സിദ്ധു ചീസ് പറ. ചീസ് ചീസ്. ഹാപ്പി. ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചു. അമ്മ സുഗാന്തേ. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് നേരെ മംഗലോട്ട് ട്രെയിനിൽ പോയിട്ടുണ്ട്. ഇനി ബസ്സിലോട്ടാണ് പോണം. ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അശ്വതി കുഞ്ഞയും പിന്നെ അവിടെ സിദ്ധു ഉണ്ട്, ചീസ്കാരൻ. സിദ്ധു ചീസ്. ഉടുപ്പ് ഡിസ്ട്രിക്ട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്.
ഇനി അത് റെക്കോർഡ് ചെയ്യണം, കാരണം നല്ല മഴയും കാറ്റും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് നേരെ കേൾക്കാൻ പറ്റൂല. അങ്ങനെ ഇപ്പോൾ നല്ല മഴയും പിന്നെ നല്ല കാറ്റും ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൂകാംബിക ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൽ കയറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇനി അമ്പലത്തിൽ കയറണം. ടെമ്പിൾ പോകുന്നത് എവിടെ? മൂകാംബിക ടെമ്പിൾ പോകുന്നത്. അത് നമ്മൾ എന്താ ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ച്. എന്താ സിദ്ധു കഴിച്ച? ദോശ വട. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കുറച്ച് സ്നാക്സും കപ്പലിൻ്റെ മാത്രമേ കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് വന്നിട്ട് ഉടനെ ഞാൻ ആഹാരം കഴിക്കാനൊക്കെ പോയി. ഇനി കുളിച്ചിട്ട് ഡ്രസ്സ് മാറി ഒരുങ്ങി ടെമ്പിളിൽ പോകണം. ഹായ് ഗൈസ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നു. ഞാൻ ഐഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഐഫോൺ എടുക്കാൻ മറന്നതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിരുന്നു. പക്ഷേ ചെയ്തല്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം അമ്പലത്തിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ദേവീനെ കുറേ സമയം കാണാൻ പറ്റിയില്ല. എന്നാലും തൊഴുതു ഞാൻ. നമ്മളൊരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൻ്റെ പേര് ഞാൻ മഹാലക്ഷ്മി സംതിങ് ആയിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറി. അവിടെ നമ്മൾ വാങ്ങിച്ച 2 വെജ് നൂഡിൽസ്, വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് 2 വെജ് നൂഡിൽസ്, മസാല ദോശ, ഗീ റോസ്റ്റ്, പ്ലെയിൻ ദോശ, ഇങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ചു. പിന്നെ 2 പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെയൊക്കെ വാങ്ങിച്ച് പിന്നെ ചായയും കൂടെ വാങ്ങിച്ച്. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഉറങ്ങണം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം. ഓക്കെ, സോ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി. അപ്പോൾ ഇന്നലെ ഇട്ട ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 3 മണിക്ക് നിർമ്മലയും തൊഴാൻ പോകണമെന്ന്. ഞാൻ പോയില്ല. പക്ഷേ എൻ്റെ അടുത്തേക്കാണ് ഈ കുരങ്ങൻ. അവൻ പോയി. പിന്നെ ഈ കുരങ്ങൻ അവൻ പോയില്ല. ഇവിടെ സുഖം ഉറക്കുമായിരുന്നു കേട്ടോ. പറഞ്ഞു സിദ്ധാന്തേ എന്താ? ഹായ്, അപ്പം ഞാൻ ഇപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി കണ്ണൂരിലേക്കാണ് ഇനി പോകുന്നത്. കണ്ണൂരെത്തി. നമ്മൾ എല്ലാം ബാഗ് നമ്മളെ ക്ലോത്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡ് ടോപ്പിൽ അവിടെ വന്നിട്ട് അവിടെ എത്തിക്കാണ്ട് ഇങ്ങോട്ട് അവിടെ എത്തിട്ട് വേണ്ട സുരഭിക്ക് ട്രെയിനിൽ ഇപ്പോൾ എത്തിട്ട് കേദാരം ട്രെയിനുണ്ട്. എല്ലാം വന്നിട്ട് ഉണ്ടല്ലോ, എല്ലാം വന്നിട്ട് ബസ്സിൽ ഉണ്ടല്ലോ. ട്രെയിനിൽ ഫ്രൈഡേയിൽ ഉണ്ടല്ലോ. എല്ലാം വന്നിട്ട് അവിടെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൊടുത്തിട്ട് ഉണ്ടല്ലോ, എല്ലാം കൊണ്ടിട്ട് അവിടെ ഞാൻ പുതിയ ടോപ്പി വാങ്ങിച്ച്, മഞ്ചാട്ട മുൻചാച്ചിയുടെ ടോപ്പി വാങ്ങിച്ച്. എപ്പോൾ എല്ലാം കൊണ്ടിട്ട് അവിടെ ഉണ്ടല്ലോ, അവർ ഇങ്ങോട്ട് ഉണ്ടല്ലോ. എന്നിട്ട് എല്ലാം ബസ്സിൽ പോകുന്നത് ഇങ്ങോട്ട് അവിടെ കാണാനുണ്ടല്ലോ.
നമ്മളിപ്പോൾ മുത്താപ്പൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി. പിന്നെ നമ്മളെ ബാഗെല്ലാം നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുക്കണം. ഇപ്പം നമ്മൾ KSRTC ബസ്സിൽ കയറിയിട്ടുണ്ട് കണ്ണൂരിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ മുത്തപ്പൻ്റെ അവിടെ കയറി മുത്തപ്പനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് നടന്ന് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഓട്ടോ പിടിച്ച് കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് KSRTC ബസ്സിലെത്തി കണ്ണൂരിലോട്ട്. കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ലോലിപ്പോപ്പ് 3 വാങ്ങിച്ചേ. ഇതിപ്പോൾ എന്തോ കഴിക്കണത്? ലോലിപ്പോപ്പ്. അപ്പം നമ്മൾ വീണ്ടും ഒരു ബസ്സിൽ കയറി. ഇത് പാലോട് പള്ളിയിലാണ് പോകുന്നത്. അവിടെ നമ്മളെ കസിനുണ്ട്, ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരെ കൂടെ കണ്ടിട്ട് പോകണം. അപ്പം നമ്മൾ പാലോട്ട് പള്ളി എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഞാൻ അമ്പലത്തിൽ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വെള്ളം അടിച്ച് ഇങ്ങോട്ട് അവിടെ ഇങ്ങനെ വെള്ളം കാണിച്ചിട്ട് ഇപ്പോൾ അമ്പലത്തിൻ്റെ പേര് കുറച്ച് വലുതാവശ്യം. മട്ടന്നൂർ ക്ഷേത്രം, മട്ടന്നൂർ അമ്പലത്തിലൊക്കെയാണ് പോയത്. അത് നല്ലൊരു അമ്പലമായിരുന്നു, നല്ല പോസിറ്റിവിറ്റിയും പിന്നെ പണ്ടത്തെ കാലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു അമ്പലത്തിലും കൂടെ പോകുന്നു. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയത് അമ്പലത്തിൻ്റെ പേര് പരിയാരം സുബ്രഹ്മണ്യം ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. അപ്പോൾ കൊള്ളാം, അമ്പലം സെറ്റൊക്കെയാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ നല്ല പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ട് ആ അമ്പലത്തിൽ. കാരണം അവിടെ പണ്ടുണ്ടായിരുന്നു, 1500 വർഷം മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മട്ടന്നൂർ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ മട്ടന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ അമ്പലമൊക്കെ കൊള്ളാൻ ഈ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ പുറത്ത് വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചായയും കടിയെല്ലാം കഴിച്ചു. അത് നമ്മൾ വീട്ടിൽ വന്ന് 5 മണിക്ക് ട്രെയിനുണ്ട്. 5 മണിക്കാണ് ട്രെയിൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 5 മണിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ 4 രാവിലെയായിരിക്കും എത്തണത്. 3:30 നമ്മൾ ഇറങ്ങണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓട്ടോ എടുത്തിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ്. ട്രെയിൻ നമ്പർ 16348. സിദ്ധാന്തേ അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.